അധ്യാത്മരാമായണം പാരായണം 27-ാം ദിവസം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. യുദ്ധകാണ്ഡം. ദിവ്യൌഷധ ഫലം. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ. ഔഷധാവാസം ഋഷഭാദ്രിയും കണ്ടിത് ഔഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറിച്ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻപോടു രാഘവൻ മുൻപിൽ വെച്ചിണ്ടൽ തീർത്തിടിനാൻ വൻപടയ്ക്കന്നേരം. കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും. ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും. മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണം ഇന്നു തന്നെ ശൈലം, ഇല്ലൊരു സംശയം. അല്ലായികിലെങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നിതെന്നരുൾ ചെയ്തോരനന്തരം. കുന്നുമെടുത്തുയർന്നാൻ കപിപുങ്കവൻ വന്നാൻ അരനിമിഷം കൊണ്ടു പിന്നെയും. യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിലിട്ടിടിനാർ എന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. മേഘനാദ വധം. രാഘവന്മാരും മഹാകപിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധൗ. മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ അർക്കതനയനും അംഗദനും തഥാ. നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ. വെക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതെരേ. കൂപ തടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെയൊടുങ്ങി നിശാചരർ ഉൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ. വെന്തു പൊറാഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിന്നയക്കാം അനുക്ഷണം. എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതെരേ വച്ചു തുടങ്ങിനാർ. പ്രാസാദഗോപുരഹർമ്യഗേഹങ്ങളും കാശീസകാഞ്ചനരൂപ്യ താമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളും ആയതനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജീസമൂഹവും തേരുകളും വെന്തു വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്രനോടങ്ങറിയിപ്പാനനാകുലം. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞും ആർത്തി മുഴുത്തു തെരുതെരെ ചാകയും. മാർത്താണ്ഡഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്വം ജയിച്ചതും എത്രയും പാർത്തോളം അത്ഭുതമെന്നു പറകയും. രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും
മാനവേന്ദ്രൻ ധനുർജ്യാനാദഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞിതു ചിന്ത മുഴുത്തു ദശാനന വീരനും. കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനുമന്നേരം മുൻപിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ. കമ്പനൻ താനും പ്രജംഘനും എത്രയും വൻപുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നളവ് ഇമ്പം കലർന്നടുത്താർ കപിവീരരും. രാത്രിയിലാർത്തങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതെരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കപികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റുപിടിച്ചും അടിച്ചും ഇടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായികെന്നു ചൊല്ലിയടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാർ അഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം. 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി പുക്കിതേറ്റ രക്ഷോഗണം. കമ്പനൻ വൻപോടടുത്താൻ അതു നേരം അമ്പുകൊണ്ടേറ്റമകന്നു കപികളും. കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടഥ ജംഭാരിനന്ദന പുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുടർന്നങ്ങടുത്താൻ പ്രജംഘനും യൂപാക്ഷനും തഥാ ശോണിതനേത്രനും കോപിച്ചടുത്താരതു നേരം അംഗദൻ കൗണപന്മാർ മൂവരോടും പൊരുത് അതിക്ഷീണനായി വന്നിതു ബാലിതനയനും. മൈന്ദനുമാശു വിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താരതു നേരം കൊന്നാൻ പ്രജംഘനെ താരേയനും. അധ പിന്നെയവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിതനേത്രനെയും. അധ മൈന്ദനും യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ. നക്തഞ്ചരവരന്മാരവർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ. വമ്പരാം വാനരന്മാരൊക്കെ മണ്ടിനാർ. സുഗ്രീവനും തേരിലമ്മാറു ചാടി വീണുഗ്രതയോടവൻ വിൽക്കളഞ്ഞിടിനാൻ. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാനബ്ധിയിൽ. വാരാനിധിയും കലക്കി മറിച്ചതിഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. സൂര്യാത്മജനും അതു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ. സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംഭൻ പരിഘവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാജിരെ സിംഹനാദം ചെയ്തടുത്താനതു നേരം. സുഗ്രീവനെ പിന്നിലിട്ടു വാതാത്മജൻ അഗ്രേ ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ. മാരുതി മാറിലടിച്ചാൻ നികുംഭനും പാരിൽ നുറുങ്ങി വീണു തൽപരിഘവും. ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാൻ അതിക്രുദ്ധനായോരു ജഗൽ പ്രാണപുത്രനും. പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കപിവീരരും. ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ. കുംഭാദികൾ മരിച്ചോരുദന്തം കേട്ടു ജംഭാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ. പിന്നെ ഖരാത്മജനാം മകരാക്ഷനോട് അന്യോന കോപേന ചൊന്നാൻ ദശാനനൻ. ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടുക
എന്ന നേരം മകരാക്ഷനും തന്നെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടു മടുത്തു രണാങ്കണേ. പന്നകതുല്യങ്ങളായ ശരങ്ങളെ വന്യകീലാകാരമായി ചൊരിഞ്ഞിടിനാൻ. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ ചെന്നഭയം തരികെന്നു രാമാന്തികെ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടു നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിടിനാൻ. ഒന്നിനൊന്നൊപ്പമെയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും. അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടിപെടുത്താനെയ്തു രാഘവൻ. സാരഥി തന്നെയും കൊന്നാനതു നേരം പാരിലമ്മാറു ചാടി ശൂലവും കൊണ്ടു പാരമടുത്ത മകരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ടു കണ്ഠവും ഛേദിച്ചു ദേവകൾക്കാപത്തുമൊട്ടു തീർത്തിടിനാൻ. രാവണി താൻ അതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാൻ. അതു കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ ഈരേഴു ലോകം നടുങ്ങും പടി പരിചാരകന്മാരോടു കൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അതു കണ്ടു മേഘനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിടിനാൻ. ഇപ്പോൾ അടിയൻ അരികളെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവൻ. അന്തഃപുരം പൊക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുതിതു കാരണം. ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരിജിത്തും പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുൽസ്ഥനോടിത്തമുണർത്തിച്ചരുളിനാൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കപിവരന്മാരെയും നമ്മെയും അസ്ത്രങ്ങളെയ്തുടനന്തം വരുത്തുന്നതെത്ര നാളേക്കു പൊറുക്കണമിങ്ങനെ. ബ്രഹ്മാസ്ത്രമെയ്തു നിശാചരന്മാർക്കുലം ഉന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടത രാമഭദ്രസ്വാമി താനുമരുൾ ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാദാന്തികെ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ പാതകമുണ്ടാം അതല്ലായികിലേവനും. ഞാൻ ഇവനോടു പോർ ചെയ്വൻ എല്ലാവരും ദീനതയെന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികെ സന്നദ്ധനായതു കണ്ടൊരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കു മായാസീതയെ തേരിൽ വച്ചുടൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടു. നിശ്ചലനായി നിന്ന നേരം കപികളും തേരിൽ മായാസീതയെ കണ്ടു ദുഃഖിച്ചു മാരുതി താനും പരവശനായിതു. വാനരവീരരെല്ലാവരും കാണവേ ജാനകീദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോ രാമ രാമേതി വാവിട്ടു മയ്യൽ മിഴിയാൾ മുറവിളിച്ചിടിനാൾ. ചോരയും പാരിൽ പരന്നിതതു കണ്ടു മാരുതി ജാനകിയെന്നു തേറിയിടിനാൻ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിതിൽ പരമെന്തുള്ളതീശ്വര. നാമിനി വാങ്ങുക സീതാവധം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കപികളെ. ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ.
ജാമ്പവാൻ തന്നോടു സാകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു, പോരിൽ പുറംതിരിഞ്ഞിടുമാറില്ലവൻ. നീ കൂടെയങ്ങു ചെന്നിടുക സത്വരം, ലോകേശനന്ദന പാർക്കരുതേതുമേ. ഇത്തമാകർണ്യ വിധിസുതനും കപിസത്തമന്മാരുമായി ചെന്നു ലഘുതരം. എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ, ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്ക നീ. എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ, ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ. ഉണ്ടോരവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെന്നു ജഗൽസ്വാമിയോടുണർത്തിക്കണം. പോരിക നീയുമിങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നെ നാശവൃത്താന്തമെപ്പേരുമേ. ഭൂമിയിൽ വീണു മോഹിച്ചു രഘുത്തമൻ, സൗമിത്രി താനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൻ. മന്നവൻ തൻ പദം അഞ്ജനാപുത്രനും ഉത്സംഗസീമനി ചേർത്താൻ. അതു കണ്ടു ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. എന്തൊരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടേക്കു വന്നു വിഭീഷണൻ. എന്തൊരു ഘോഷമുണ്ടായതെന്ന് ആത്മനി ചിന്തിച്ചവിടേക്കു വന്നു വിഭീഷണൻ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. കയ്യിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ, അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ. ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരുമുണ്ടായി വരാ. മായാനിപുണനാം മേഘനിനാദനിക്കാര്യമനുഷ്ഠിച്ചതെന്തിനെന്നാശു കേൾ. മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംഭിലയിൽ ചെന്നു പുക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായിക്കൊണ്ടു കണ്ടോരുപായം അത്യദ്ഭുതം. ചെന്നിനീ ഹോമം മുടക്കേണം, അല്ലായെങ്കിലെന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവ സ്വാമിൻ ജയ ജയ, മാനസവ്യാകുലം തീർന്നെഴുന്നേൽക്ക ദയാനിധേ. ലക്ഷ്മണനും അടിയനും കപികുലമുഖ്യപ്രവരരുമായിട്ടു പോകണം. ഓർത്തു കാലം കളഞ്ഞിടരുതേതുമേ, യാത്രയയക്കേണമെന്നു വിഭീഷണൻ ചൊന്നതു കേട്ടളവ് ആലസ്യവും തീർന്നു മന്നവൻ പോവാൻ അനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസപുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നു വരികെന്ന് അനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോടു മഹാകപിസേനയും രക്ഷോവരനും നടന്നാരതു നേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരിതാരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനതനും വീരൻ പ്രമാധി ശതബലി ജാംബവാൻ വാതാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ സ്വമുഖൻ ബലിപുങ്കവൻ ശ്വേതൻ രഥിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കപികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും. മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംഭില പുക്കും നിറഞ്ഞിതു. നക്തഞ്ചര വരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി.
കല്ലും മലയും മരവുമെടുത്തുകൊണ്ടെല്ലാവരുമായടുത്തു കവികളും. ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാർ അറ്റമില്ലാതോരോ രാക്ഷസവീരരും. മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റലരെ ചെറ്റകറ്റിയൊഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി വില്ലും ശരങ്ങളും കെൽപ്പോടെടുത്തു പോരിനടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംഭിലയാൽ തറമേലേറി നിന്നു ദശാനനപുത്രനുമന്നേരം. കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടു കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീര, കഴിഞ്ഞീല ഹോമമിവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം. മാരുതനന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യുസമയം അടുത്തിതിവന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. ഇത്തം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂക്കിയിടിനാൻ. പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്ത് ഇന്ദ്രജിത്തും അത്യർത്ഥം അസ്ത്രങ്ങളെയ്തിടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുൾസുതൻ ഉൽപ്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനനപുത്രനും. രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദി വർഗത്തെയൊടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായിങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിടിനാൽ എത്രയും നന്നെന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെയൊടുക്കുവാൻ ആസ്ഥയാ വേല ചെയ്യുന്നതുമത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവും അറിക നീ. വംശം മുടിക്കുന്നതിന്നു നീയേതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവൻ ഇന്നു ഞാൻ അംശുമാലി കുലനായകാനുഗ്രഹാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂക്കി കുമാരനും. എല്ലാം അതെയ്തു മുറിച്ചു കളഞ്ഞത ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും. കണ്ടുകൊൾകല്ലായികിലിന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമേകുവൻ. ഇത്തം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെയുടൽ കീറിനാനേറ്റവും. 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമെയ്തു വാനരവീരരും ഏറെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിനാർ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂക്കിനാൻ ശക്രാരിമേനിമേൽ. വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായിതു നക്തഞ്ചരനും സുമിത്രാതനയനും. പാരമെടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തന്റെ തലയും മുറിച്ച് അതിസാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 അമ്പെയ്തതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തി കണ്ഠാത്മജനന്നേരം
ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂക്കിടിനാൻ. സത്വരം ലങ്കയിൽ പുക്കു തേരും പൊട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരുമറിഞ്ഞീല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതന്നേരം. ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. പണ്ടു ലോകത്തിങ്കലിങ്ങനെയുള്ള പോരുണ്ടായതില്ല, ഇനിയുണ്ടാകയുമില്ല. കണ്ടാലും ഈദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു ഭൃശം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതമസ്ത്രം കുമാരനും ലാഘവം ചേർന്നു കരേണ സന്ധിപ്പിച്ചു. രാഘവൻ തൻ പദാംഭോരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ച് അയച്ചാൻ. അതു ചെന്നു പങ്ക്തികണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ചു സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായി അന്തരാ തൂണിയിൽ വന്നു പുക്കൂശരം. ഭൂമിയിൽ വീണിതു രാവണി തന്നുടൽ ആമയം തീർന്നിതു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വരിഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും. താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ താപസന്മാരും ഗഗനചരന്മാരും. ദുന്ദുഭിനാദവും ഘോഷിച്ചിതേറ്റം ആനന്ദിച്ചിതാശു വിരിഞ്ചനുമന്നേരം. ശങ്കാവിഹീനം ചെറുഞാണൊലിയിട്ടു ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ. ഗാഢമായാലിംഗനം ചെയ്തു രാഘവൻ ഊഢമോദം മുകർന്നിടിനാൻ മൂർധനി. ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണിയുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാൻ അറിക നീ. ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനും. രാവണ വിലാപം. ഇത്തമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചിതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്ന അതിക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാ ഹാ കുമാര മണ്ഡോദരീ നന്ദന, ഹാ ഹാ സുകുമാര വീര മനോഹര. മൽക്കർമ്മദോഷങ്ങളെന്തു ചൊല്ലാവതോ, ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായുറങ്ങിടുമാറായിതു. നമ്മെയും പേടിയില്ലാർക്കുമിനി മമ ജന്മവും നിഷ്ഫലമായി വന്നിതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചും അത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നുടെ കാരണം എന്നതുകൊണ്ടു ഞാൻ കൊന്നവൾ തന്നുടെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവുമോങ്ങിച്ചിരിച്ചലറിത്തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായെത്രയും വേബധുഗാത്രിയായി ഹാ രാമ രാമ രാമേതി ജപത്തോടും ആരാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുപാർശ്വൻ നയജ്ഞൻ
അത്യുത്തമൻ കർപ്പുരസത്തമൻ വൃത്തവാൻ രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനെന്നു ജഗത്രയ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹനും അനന്തനും. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദ്യനാം പുണ്യജനാധിപൻ. സാമവേദജ്ഞൻ സമസ്തവിദ്യാലയൻ വാമദേവാധിവാസാത്മാ ജിതേന്ദ്രിയൻ. വേദവിദ്യാവ്രതസ്നാനപരായണൻ ബോധവാൻ ഭാർഗവശിഷ്യൻ വിനയവാൻ. എന്നിരിക്കെ ഭവാൻ ഇന്നു യുദ്ധാന്തരേ നന്നെത്രയും ഓർത്തു കൽപ്പിച്ചതും സ്ത്രീവധമാക്കിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. രാത്രിഞ്ചരേന്ദ്രപ്രവര പ്രഭോ മയാ സാർദ്ധം വിരവോടു പോരിക പോരിനായി. മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ ജാനകീദേവിയെ പ്രാപിച്ചു കൊള്ളുക. മാനസതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുപാർശ്വൻ പറഞ്ഞതു യാതുധാനാധിപൻ കേട്ടു സന്തുഷ്ടനായി. ആസ്ഥാനമണ്ഡപേ ചെന്നിരുന്നെത്രയും ആസ്ഥയാ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനായി. ചെന്നു രക്ഷോബലം രാമനോടേറ്റളവ് ഒന്നൊഴിയാതെയൊടുക്കിനാൻ രാമനും. മന്നവൻ തന്നോടെതിർത്തിതു രാവണൻ നിന്നു പോർ ചെയ്താൻ അഭേദമായി നിർഭയം. പിന്നെ രഘുത്തമൻ ബാണങ്ങളെയ്തെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടു വാങ്ങി ദശാനനൻ. പോരുമിനി മമ പോരും എന്നോർത്തതിഭീരുവായി ലങ്കാപുരം പുക്കനന്തരം. രാവണന്റെ ഹോമവിഘ്നം. ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിടിനാൻ. അർക്കാത്മജാതിയാം മർക്കടവീരരും അർക്കാന്വയോദ്ഭൂതനാക്കിയ രാമനും ഒക്കെയൊരുമിച്ചു വാരിധിയും കടന്നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരിമുഖ്യ നിശാചരന്മാരെയും ഒക്കെയൊടുക്കി ഞാനേകാകിയായിതു. ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായിതു. സദ്ഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാൽ ഇതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോടുപദേശിച്ചിതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യസ്ഥലേ ചെന്നിരുന്ന് ആശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയം എന്നാൽ നിനക്കെടോ. വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും ബാണതൂണീര ചാപാശ്വരധാദികൾ വാനവരാലും അജയ്യനാം. പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൊൾകെന്നോടു സാദരം അന്തരമെന്നിയേ ഹോമം കഴിക്ക നീ. ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തിതു തന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമാം ഹവ്യഗവ്യാദി ഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ
ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകം പൊക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തദ്ഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളമുത്ഥിതമായോരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവ, ഹോമം കഴിഞ്ഞു കൂടിയിടുകിലെന്നുമേ നാം അവനോടു തോറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനായി അയച്ചിടുക സാമോദമാശു കപികുലവീരരെ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്രാംഗദാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിലേറിക്കടന്നങ്ങു രാവണ മന്ദിരം പുക്കു പുരപാലകന്മാരെയും കൊന്നു മർക്കടവീരരൊരുമിച്ചനാകുലം വാരണവാജിരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാൽ സരമ നിജകരസംജ്ഞയാ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം. ഹോമഗുഹാദ്വാരബന്ധന പാഷാണം ആമയഹീനം പൊടിപെടുത്തങ്കദൻ തത്ര ഗുഹയിലകം പുക്ക നേരത്തു നക്തഞ്ചരേന്ദ്രനെ കാണായിതന്തികേ. മറ്റുള്ളവർകളും അംഗദാനുജ്ഞയാ തെറ്റെന്നു ചെന്നു ഗുഹയിൽ ഇറങ്ങിനാർ. കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കുമ പുണ്യജനാധിപനെ കണ്ടു വാനരർ താടിച്ചു താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സംഭാരസഞ്ചയം കുണ്ടത്തിലൊക്കെയൊരിക്കലേ ഹോമിച്ചു ഖണ്ഡിച്ചിതു ലഘുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹാശ്രുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താനതുകൊണ്ടു സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ. ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും. ധ്യാനത്തിനേതുമിളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകാംക്ഷയാ. മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിടിനാൻ. വിസ്രസ്തനീവിയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്തു ദുഷ്കൃതം ചെയ്തതോ ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര, മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കപിവരർ എന്നെ തലമുടി ചുറ്റിപ്പിടിപ്പെട്ടു പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരേ പരിഭവം ഓർക്കിൽ ജളമതേ. എന്തിനായിക്കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നു ദുർമതേ. ജീവിതാശാത്തെ ബലീയസി മാനസേ ഹാ വിധി വൈഭവം എത്രയും അദ്ഭുതം. അർത്ഥം പുരുഷനു ഭാര്യയല്ലോ ഭുവി, ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബദ്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതുത്തമമേവനും. നാണവും പത്നിയും വേണ്ടിയിലിവന്നു തൻ പ്രാണഭയം കൊണ്ടു മൂഢൻ മഹാഖലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരം അംഗദൻ തന്നോടടുത്താൻ. അതു കണ്ടു തുംഗശരീരികളായ കവികളും രാത്രിഞ്ചരേശ്വര പത്നിയെയും അയച്ചാർത്തു വിളിച്ചു പുറത്തു പോന്നിടിനാർ. ഹോമമശേഷം മുടക്കി വയമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴുതിടിനാർ. മണ്ഡോദരിയോടനുസരിച്ചന്നേരം
പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ, നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം. ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ, ജ്ഞാനവിനാശനം ശോകമറിക നീ. അജ്ഞാനസംഭവം ശോകമാകുന്നതും അജ്ഞാനജാതം അഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാനസംഭവം. ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അതു കാരണം. ശോകഭയ ക്രോധലോഭമോഹ സ്പൃഹാരാഗഹർഷാദി ജരാമൃത്യുജന്മങ്ങൾ അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലെ കളക നീ. ജ്ഞാനസ്വരൂപനാത്മാ പരനദ്വയൻ ആനന്ദപൂർണസ്വരൂപൻ അലേപകൻ. ഒന്നിനോടില്ല സംയോഗമതിന്നു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനീ ശോകം കളക നീ വല്ലഭേ. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ. അല്ലായ്കിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പൻ ഇല്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നു കളഞ്ഞുടൻ എന്നോടു കൂടവേ പാവകൻ തങ്കൽ പതിച്ചു മരിക്ക നീ. ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വ്യഗ്രിച്ചതു കേട്ടു മണ്ഡോദരിയും ദശഗ്രീവനോടു പറഞ്ഞാളതു നേരം. രാഘവനെ ജയിപ്പാൻ അരുതാർക്കുമേ ലോകത്രയത്തിങ്കലെന്നു ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷദൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വത മനു തന്നെ രക്ഷിച്ചതും. രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമഥനകാലേ പുരാ ഘോരമാം മന്ദരം പൃഷ്ഠേ ധരിച്ചതും. പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം തേറ്റമേൽ വച്ചു പൊങ്ങിച്ചതും. ഘോരനായോരു ഹിരണ്യകശിപുതൻ മാറിടം കൈനഖം കൊണ്ടു പിളർന്നതും. മൂന്നടി മണ്ണു ബലിയോടു യാചിച്ചു മൂലോകവും മൂന്നടിയായളന്നതും. ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും. പൃഥ്വീപതിയായ രാമനിവൻ തന്നെ. മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി ധാത്രീസുതാവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതും എന്നു ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥാ നിർലജ്ജനാകയാൽ മൂഢജളപ്രഭോ. വൈദേഹിയെ കൊടുത്തിടുക രാമനു സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനി കാനനം വാഴ്ക തപസ്സിനായി. മണ്ഡോദരീ വാക്കു കേട്ടോരു രാവണൻ ചണ്ഡപരാക്രമൻ ചൊന്നാനതു നേരം. പുത്രമിത്രാമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാനേകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ. ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോടെതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യമനുഭവിച്ചിടുവൻ. ശ്രീരാമ രാമ രാമ.
ശ്രീരാമചന്ദ്ര ജയ.